ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കില്ല കേട്ടോ, വെള്ളം മാത്രം കുടിക്കുള്ളൂ. ഞാൻ ഓസിയുടെയാണ് ആചരിക്കാൻ പോകുന്നത്. ഓസിക്ക് അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ശരി. രാവിലെ അവിടെ നിന്ന് ഓസിക്ക് ഫുഡ് അടിക്കുന്നത് വിചാരിക്കുമ്പോൾ ക്യാപ്റ്റൻ വിളിച്ചിട്ട് പറയണു, വായോ മസാല ദോശ കുറേ നാളെയില്ലേ നമുക്ക് മസാല ദോശ കഴിക്കാമെന്ന്. ഒന്നും വിചാരിച്ചില്ല, നേരെ വിട്ടു വിധു ഹോട്ടലിലേക്ക്. ഹോട്ടലെത്തിയപ്പോൾ ഗംഭീര തിരക്ക്. മസാല ദോശ കഴിക്കാന്നിട്ട് പോയത്, പക്ഷെ മസാല ദോശ ഇല്ല, ദോശ മാത്രമല്ലോ. ഒന്നും നോക്കിയില്ല, ദോശയെങ്കിൽ ദോശ. അങ്ങനെ രാവിലത്തെ ഓസിക്കുള്ള ഫുഡ് ഞാൻ സെറ്റാക്കിട്ടാ. ഇനി ഉച്ചയാകുമ്പോഴാണ് അങ്ങനെ ഫുഡ് അടിച്ച് രാവിലെ വരുന്ന വഴിക്ക് കടയിൽ നിന്ന് കയറി. ഞങ്ങളുടെ വീടിനടുത്തെ രാവിലെ എന്ത് തിരക്കുള്ള കടയെന്ന് അറിയാം. ഇപ്പം ആരും ഈ കടയിൽ. അങ്ങനെ ഉച്ചയാകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ശിവേട്ടൻ വരുന്നത്. വാടാ കയറ്, ഒരു സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞു. ശിവേട്ടൻ്റെ വണ്ടിയായിട്ട് RX ഉണ്ട്. ഇപ്പോൾ പണി കഴിഞ്ഞ് ഇറക്കിയിട്ടല്ലോ. ആ വണ്ടിയുടെ ശബ്ദം ഒരു 1.5 ശബ്ദം ചേട്ടാ. അങ്ങനെ ഞാൻ ശിവേട്ടനോട് നേരെ ബിഗ് കേക്ക് ഹൗസിൽ വന്നിട്ട് അത്താണിയില്ലേ. ശിവേട്ടൻ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാണ് അത്രേ, ബേക്കറി ഐറ്റംസ്. ഓക്കെ, നമുക്കെന്താ കുഴപ്പം. അവിടെ എത്തിയപ്പോഴോ ചില്ലും കൂട്ടിലിരിക്കണുണ്ടാവും വെറൈറ്റി കേക്കോളായിട്ട് ഇരിക്കണത്. ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാ. ഷെയ്ക്ക്, ഫ്രഞ്ച് റൈസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ശിവേട്ടൻ എൻ്റെ അടുത്ത് എന്താ വേണ്ട വെച്ചിട്ടാ. ഞാൻ അമൂലിൻ്റെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ എനിക്ക് അമൂലിൻ്റെ ഐസ്ക്രീം വാങ്ങി തന്നു. അങ്ങനെ ശിവേട്ടയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി തന്നിട്ടാ. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ പറയാൻ തോന്നിട്ടാ, എനിക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഫ്രഞ്ച് ഫ്രൈസ് വന്നു പറഞ്ഞല്ലോ, ഞാൻ കാലിയാക്കി. വൈകുന്നേരം പിടിച്ചിട്ടുണ്ടേ, ഓസിക്കുള്ള ഫുഡ് അടിയല്ലേ. അങ്ങനെ ഉച്ചത്തെ ടാർഗറ്റ് ഞാൻ പൂർത്തിയാക്കി. ശിവേട്ടൻ ബില്ലും കൊടുത്തു. ഫ്രഞ്ച് ഫ്രൈസ് നല്ല കേട്ടാ. കണ്ട, ഒരു മിനി ബേക്കറിനെ ശിവേട്ടൻ മേടിച്ചിട്ടാ. ഇത് പിടിക്കാനാണ് ശിവേട്ടനെ വിളിച്ചോണ്ടത്. എന്ത് ഭംഗിയില്ല ശിവേട്ടൻ ഈ വണ്ടി നോക്കണമെന്ന് അറിയോ. അങ്ങനെ വയറ് നിറഞ്ഞപ്പോൾ ഞങ്ങൾ പാടത്തിരുന്നുട്ടാ. എന്ത് ഭംഗിയില നിൽക്കണം നോക്കിയാണ് പാടം. ഇതാണ് ഞങ്ങളുടെ പുതുരുത്തിയിലെ ശിവേട്ടാ. ശിവദം പുതുരുത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഉച്ചയ്ക്ക് ശിവേട്ട ഫുഡ് കഴിച്ചെന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരനെ വീട്ടിലോട്ട് ഓസിക്ക് ഫുഡ് കഴിച്ചാനാട്ടാ. ഞങ്ങളുടെ പുതുരുത്തിയുടെ ഭംഗി കുറച്ച് കൂട്ടണം നോക്കിയേ. റോഡിൻ്റെ അപ്പുറത്തും പാടം, ഇപ്പുറത്തും പാടം, നടുക്കൊക്കെ റോഡും. ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാനുണ്ട്. ശിവേട്ടൻ എന്നൊരു സ്റ്റിക്കേഴ്സും മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വരെ നിൽക്കണ്ടേ. സ്റ്റിക്കേഴ്സ് പൊട്ടിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരന്മാരനെ വന്നിട്ടാ. അപ്പം ഞാൻ അവർക്കും കൊടുത്തു. വൈകുന്നേരം ഇപ്പൊക്ക് പേടിക്കലായിരുന്നു. ഞങ്ങളുടെ അയ്യപ്പൻ അമ്പലത്തിൽ 25 ദിവസം അന്നദാനം ഉണ്ട്. അങ്ങനെ അവിടെ ഉപ്മാവ് പറഞ്ഞിട്ടാ, നല്ല ഉപ്മാവായിരുന്നു. ഞാൻ വയറ് നിറച്ച് കഴിച്ചു. 25 ദിവസം അന്നദാനം ഉണ്ടാ, എല്ലാവരും പോരെ. അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ടുള്ള പരിപാടി ഞാൻ തീർത്തുട്ടാ. OCR ശരിട്ടാ, കാട്ടത്തെ വീഡിയോ കാണാം.